ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഭാവി കാര്യങ്ങൾ. ഓക്കെ, ഈ ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വരിക. ഓക്കെ, അപ്പം നമുക്ക് 1 by 1 ആയിട്ട് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ, ഫ്യൂച്ചർ ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ, സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഐ വിൽ പ്ലേ. വിൽ എന്ന് വരണം, ഫ്യൂച്ചർ ടെൻസ് എന്ന് കാണുമ്പോൾ വിൽ എന്ന് വരണം. അപ്പോൾ ഒരു പ്രോമിസ് കൊടുക്കുകയാണ് അവിടെ, ഒരു ഷുവർ, ഉറപ്പ് കൊടുക്കുകയാണ്, ഒരു ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ഐ വിൽ, അതാണ് ആ വിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഐ വിൽ പ്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ, ഐ വിൽ ലേൺ ടു സ്വിം. ഓപ്ഷൻ ബി, ഐ വിൽ ലേൺ ടു സ്വിം. ഐ വിൽ ലേൺസ് എന്ന് ഒരിക്കലും പറയില്ല, എസ് വരേണ്ട ആവശ്യമില്ല അവിടെ. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. ഐ വിൽ ലേൺ ടു സ്വിം. LEARN എന്ന് മതി, ലേൺസ് എന്ന് വരണ്ട. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് കറക്റ്റ്ലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ഷീ വിൽ ബ്രിങ് ഹർ ബ്രദർ. ഓപ്ഷൻ ബി, ഷീ വിൽ ബ്രിങ്സ് എ ബ്രദർ. ആ കേസിലും അതുപോലെ തന്നെ എസിൻ്റെ ആവശ്യമില്ല, ബ്രിങ്സ് എന്ന് വേണ്ട, ബ്രിങ് എന്ന് മതി. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? എ ഓപ്ഷനാണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഷീ വിൽ ബ്രിങ് ഹർ ബ്രദർ. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് എസ് വരേണ്ട ആവശ്യമില്ല അവിടെ, ബ്രിങ് എന്ന് മതി. അതുപോലെ ലേൺസ് എന്ന് വരണ്ട, ലേൺ എന്ന് മതി. ഓക്കെ, ക്ലിയർ ആണോ? ഓപ്ഷൻ തേർഡ് ക്വസ്റ്റ്യൻ. ദേ വിൽ ബി അറൈവിങ് ടുമാറോ. ഓപ്ഷൻ ബി, ദേ വിൽ അറൈവ് ടുമാറോ. അറൈവിങ് എന്ന് ആവശ്യമില്ല, അറൈവ് എന്ന് മതി, വിൽ അറൈവ് എന്ന് മതി. ഓക്കെ, ദേ വിൽ അറൈവ് ടുമാറോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഹി വിൽ ക്ലോസ് ദ ഷോപ്പ്. ഓപ്ഷൻ ബി, ഹി വിൽ ക്ലോസസ് ദ ഷോപ്പ്. അതുപോലെ തന്നെ എസിൻ്റെ ആവശ്യമില്ല, ക്ലോസസ് എന്ന് വേണ്ട, ക്ലോസ് എന്ന് മതി. ഹി വിൽ ക്ലോസ് ദ ഷോപ്പ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ കാർ വാഷ് ചെയ്യും. അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയാം? മലയാളം എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയാം? ഐ വിൽ വാഷ് മൈ ക്ലോത്ത്സ്. ക്ലോത്ത്സ് ആയാലും കാർ ആയാലും എന്തായാലും ഐ വിൽ വാഷ് മൈ കാർ. സിക്സ്ത് ക്വസ്റ്റ്യൻ. അവൾ ബാഗ്സ് ക്യാരി ചെയ്യും. ഷീ വിൽ ക്യാരി ദ ബാഗ്സ്. സെവൻത്ത് ക്വസ്റ്റ്യൻ. അവൻ ഫാൻ റിപ്പയർ ചെയ്യും. ഹി വിൽ റിപ്പയർ ദ ഫാൻ. എയ്ത്ത് ക്വസ്റ്റ്യൻ. അവർ ന്യൂസ് ഷെയർ ചെയ്യും. ദേ വിൽ ഷെയർ ദ ന്യൂസ്. അവർ എന്ന് പറയുമ്പോൾ ദേ, പിന്നെ ഒരു ഫ്യൂച്ചർ എന്നുള്ളതുകൊണ്ട് വിൽ എന്ന് വരണം. ദേ വിൽ ഷെയർ ദ ന്യൂസ്. നയൻത്ത് ക്വസ്റ്റ്യൻ. നമ്മൾ പേപ്പേഴ്സ് കളക്ട് ചെയ്യും. വി വിൽ കളക്ട് ദ പേപ്പേഴ്സ്. വി വിൽ കളക്ട് ദ പേപ്പേഴ്സ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു വിൽ റിസീവ് ദ ഗിഫ്റ്റ്സ്. 11th ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ മുടി ചീകും. ഐ വിൽ കോംബ് മൈ എയർ. COMB, കോംബ് മൈ എയർ. ഐ വിൽ കോംബ് മൈ എയർ. 12th ക്വസ്റ്റ്യൻ. അവൾ ഗാർഡനിൽ വെള്ളം ഒഴിക്കും. ഷീ വിൽ പോർ വാട്ടർ ഇൻ ദ ഗാർഡൻ. ഷീ വിൽ പോർ വാട്ടർ ഇൻ ദ ഗാർഡൻ. വെള്ളം ഒഴിക്കും ഗാർഡനിൽ. 13th ക്വസ്റ്റ്യൻ. അവൻ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ഹി വിൽ ഗിവ് ഫുഡ് ടു ആനിമൽസ്. ഹി വിൽ ഗിവ് ഫുഡ് ടു ആനിമൽസ്. 14th ക്വസ്റ്റ്യൻ. അവർ മാപ്പ് ഫോളോ ചെയ്യും. ദേ വിൽ ഫോളോ ദ മാപ്പ്. അവിടെ വില്ലിന് സ്ട്രെസ് കൊടുത്താൽ മതി, ഫ്യൂച്ചർ അല്ലേ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വില്ലെന്ന് പറയണം. ഓക്കെ, അപ്പോൾ അവിടെ വില്ലിന് സ്ട്രെസ്, ഇമ്പോർട്ടൻസ് കൊടുക്കുക. 15th ക്വസ്റ്റ്യൻ. നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്യും. വി വിൽ സപ്പോർട്ട് ദ ടീം.
16th ക്വസ്റ്റ്യൻ, ഞാൻ കാറ് ഡ്രൈവ് ചെയ്യും. ഐ വിൽ ഡ്രൈവ് ദ കാർ. അവൾ ബുക്ക് ഫിനിഷ് ചെയ്യും. ഷീ വിൽ ഫിനിഷ് ദ ബുക്ക്. 18th ക്വസ്റ്റ്യൻ, അവൻ ലഗേജ് എടുത്തുകൊണ്ട് പോകും. ഹി വിൽ ടേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാരി എന്ന് പറയാം. ഹി വിൽ ടേക്ക് ഓർ ക്യാരി ദ ലഗേജ്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നെങ്കിൽ ടേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാരി എന്ന് പറയാം. ക്യാരി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ക്യാരി. ഹി വിൽ ക്യാരി ദ ലഗേജ്. 19th ക്വസ്റ്റ്യൻ, അവർ ഷോ കാണും. ദേ വിൽ വാച്ച് ദ ഷോ. 20th ക്വസ്റ്റ്യൻ, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യും. ഐ വിൽ കളക്ട് മൈ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇനി നിങ്ങളോടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. ട്രാൻസ്ലേറ്റ് മലയാളം ടു ഇംഗ്ലീഷ് എന്ന ഭാഗം കഴിഞ്ഞു. ഇനി നിങ്ങളോടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് തരുന്നതാണ്. വാട്ട് വിൽ യു ഡു ടുമോറോ? നിങ്ങൾ നാളെ എന്ത് ചെയ്യും? അപ്പോൾ നാളെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്ത് വരണം? വില്ല് വരണം. അപ്പോൾ വില്ല് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഐ വിൽ ഗോ ടു ടെമ്പിൾ. ഐ വിൽ ഗോ ടു ദ ടെമ്പിൾ ടുമോറോ. ഓക്കെ. ഫ്യൂച്ചറിന് കണ്ടാൽ ഉടനെ വില്ലെന്ന് വെച്ചോളാം. ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങൾ പറയാണ് ചെയ്യുന്നത്. ഓക്കെ. ഫ്യൂച്ചറിനെ കുറിച്ച് പറയാണ്. വാട്ട് ടൈം യു വിൽ വേക്കപ്പ് ടുമോറോ? ഐ വിൽ വേക്കപ്പ് അറ്റ് 8:30 AM ടുമോറോ. ടുമോറോ എന്ന് വെക്കാൻ മറന്നു പോയത്, അതുപോലെ വില്ല് ഉപയോഗിക്കാനും മറന്നു പോയത് ഫ്യൂച്ചറിന് കണ്ടാൽ. ടുമോറോ എന്നല്ല, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടിരിക്കണം. ടുമോറോ എന്നൊക്കെ ഉണ്ടാവും ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ. ഭാവി കാര്യങ്ങൾ പറയല്ലേ. വില്ല് ഉപയോഗിക്കാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഈറ്റ് ഫോർ ലഞ്ച് ടുമോറോ? ഐ വിൽ ഈറ്റ് റൈസ് ആൻഡ് വെജിറ്റബിൾ കറി ഫോർ ലഞ്ച് ടുമോറോ. വെൻ വിൽ യു കോൾ യുവർ ഫ്രണ്ട് നെക്സ്റ്റ്? ഐ വിൽ കോൾ മൈ ഫ്രണ്ട് ടുമോറോ. വാട്ട് വിൽ യു ഡു ആഫ്റ്റർ ദിസ് ലെസൺ? ഐ വിൽ റിവൈസ് ദിസ് ലെസൺ. നിങ്ങൾ ഈ ലെസൺ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ റിവൈസ് ചെയ്യും ഈ ലെസൺസ്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വിൽ റിവൈസ് ദിസ് ലെസൺ. Where will you go on your next holiday? I will go for a trip for next holiday. What time you will sleep tonight? I will sleep at 10:30 PM. Who will you meet tomorrow? I will meet my friend tomorrow. Okay? அடுத்த question. What will you eat for dinner tonight? I will eat rice and vegetable curry tonight. Last question. When will you travel next? I will travel in the next holiday. അവിടെ ഇന്താന്ന് വരണ്ട. ചിലർ ഫോർ നെക്സ്റ്റ് ഹോളിഡേ എന്ന് പറയും. ഫോർ എന്നല്ല വരിക, ഇന്താന്നാണ് വരിക. അതുപോലെ വില്ലും വരണം, ഫ്യൂച്ചർ ആയതുകൊണ്ട്. ഓക്കെ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ എന്നുണ്ടാൽ ഉടനെ വിൽ എന്ന് ഉപയോഗിച്ചോളാം. ഐ വിൽ ട്രാവൽ ഇൻ ദ നെക്സ്റ്റ് ഹോളിഡേ. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ടൊന്നുമില്ല, ക്ലിയർ ആണ്. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ. അതുവരെയ്ക്കും ടാറ്റ, ബൈ ബൈ, സീ യു.